വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എത്ര ഗുരുതരമായ വിഷയമായാലും ഒരു ഉളുപ്പുമില്ലാതെ വ്യാജ പ്രചരണങ്ങളുമായി സംഘി കുഞ്ഞുങ്ങൾ ഇറങ്ങും. പറയുന്നത് മണ്ടത്തരമാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ അല്ലാതെയാണോ എന്നറിയില്ല. ശാഖയിൽ നിന്ന് കിട്ടിയ വിവരമല്ലേ, അതുകൊണ്ട് അത് ഏറ്റുപാടുകയും ചെയ്യും. അതൊന്നുമല്ല രസം. BJP ഗ്രൂപ്പുകളിൽ പരസ്പരം പറയുന്നത് പോലെയാണോ ഒരു ചാനൽ ചർച്ചയിൽ നേതാക്കൾ വന്ന് ആധികാരികമായി ലഭിച്ച ഔദ്യോഗിക വിവരം പോലെ ഇത്തരം മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നത്? BJP പ്രതിനിധികളെയെല്ലാം ഒരു കോമാളി കഥാപാത്രമായാണ് മലയാളി പ്രേക്ഷകർ കാണുന്നത്. പറയുന്നത് കേട്ട് ആവോളം ആദ്യം ശരിക്കും, പിന്നീട് വസ്തുത കണ്ടുപിടിക്കുകയും ചെയ്യും. അത്തരത്തിലൊരു വിഷയമാണ് ഇന്നലെ ഷാനി പ്രഭാകരന്റെ ചർച്ചയിൽ സുരേഷ് ഉന്നയിച്ചത്. BJP പ്രതിനിധികളെ പൊരിക്കുന്നത് വിനോദമായി കാണുന്ന ഷാനി സുരേഷിനെ വറുത്തുകോരിയെടുത്ത് വെച്ചിട്ടുമുണ്ട്. ലക്ഷദ്വീപിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ട് എന്നാണ് കേരളത്തിലെ BJP പ്രചരിപ്പിക്കുന്നത്. ഇതിന്റെ വസ്തുത ചോദിച്ച ഷാനിക്ക് മുന്നിൽ ഉത്തരം മുട്ടി ഉറഞ്ഞു തുള്ളുന്ന സുരേഷിനെയാണ് പിന്നീട് കണ്ടത്. വിട്ടുകൊടുക്കാതെ ഷാനിയും ചോദിച്ചുകൊണ്ടേയിരുന്നു. വ്യാജ പ്രചരണത്തിന് മറുപടി പറയാൻ കഴിയാതെ വായിൽ തോന്നുന്നത് എന്തൊക്കെയോ സുരേഷും വിളിച്ചു പറഞ്ഞു. യഥാർത്ഥത്തിൽ BJP അഴിച്ചുവിട്ട ഈ പ്രചരണത്തിന്റെ സത്യാവസ്ഥ എന്താണ്? മെയ് 23-ന് ജന്മഭൂമിയിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിലാണ് ലക്ഷദ്വീപിൽ ലഹരിക്കടത്ത് കൂടുന്നുണ്ട് എന്നും ബോട്ടുകൾ പിടിച്ചെടുത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നത്. പിന്നാലെ സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളും ഈ പ്രചരണം ഏറ്റെടുത്തു. ചാനൽ ചർച്ചകളിലും സംഘപരിവാർ നേതാക്കളും ഇതേ വാദം തന്നെ ഉന്നയിച്ചു. എന്നാൽ മാർച്ച് 18-ന് ഇന്ത്യൻ നാവികസേന ലക്ഷദ്വീപിന് സമീപം 3 ശ്രീലങ്കൻ മത്സ്യബന്ധന ബോട്ടുകൾ തടഞ്ഞിരുന്നതിന്റെ ദൃശ്യങ്ങളും റിപ്പോർട്ടുകളുമാണ് സംഘപരിവാർ വ്യാജ പ്രചരണത്തിനായി ഉപയോഗിച്ചത്. ഹവായ് തീരത്തിനും ഫിലിപ്പൈൻ തീരത്തിനുമിടയിൽ മധ്യ പസഫിക് സമുദ്രത്തിൽ വെച്ച് ദ്വീപ് പോലീസ് പിടികൂടിയ മയക്കുമരുന്നുകളുടെ ചിത്രമാണ് ദ്വീപിൽ നിന്നും പിടികൂടിയതാണെന്ന പേജിൽ വ്യാജ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത്. ശ്രീലങ്കൻ സ്വദേശികളുടെ പേരിലുള്ള ബോട്ടുകളെയാണ് മിനിക്കോയ് ദ്വീപിന്റെ 7 മൈൽ ഉള്ളിൽ നിന്ന് കോസ്റ്റ് ഗാർഡ് പിടികൂടി കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിച്ചത്. ബോട്ടിലെ ക്യാപ്റ്റൻ അടക്കമുള്ള 6 അംഗ സംഘത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ നാവികസേന തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് ലക്ഷദ്വീപുമായി യാതൊരു ബന്ധവുമില്ലാത്ത 3 ശ്രീലങ്കൻ കപ്പലുകൾ മിനിക്കോയ് ദ്വീപിന്റെ സമീപത്ത് നിന്നും പിടികൂടിയതിനെയാണ് സംഘപരിവാർ ദ്വീപിൽ നിന്നും മയക്കുമരുന്നുകൾ പിടികൂടി എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത്. 3000 കോടി രൂപയുടെ മയക്കുമരുന്നുകളും 5 AK-47 തോക്കുകളും 6 റൗണ്ട് വെടിക്കോപ്പുകളുമായി കേരളത്തിലേക്ക് 1000 റൗണ്ട് വെടിക്കോപ്പുകളുമായി കേരളത്തിലേക്ക് വന്ന ഒരു കപ്പൽ ലക്ഷദ്വീപ് സമുദ്ര തീരത്ത് വെച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇന്ത്യൻ നാവികസേനയും പിടിച്ചിരുന്നു. പ്രതികളായവരിൽ ആരും തന്നെ ഇന്ത്യക്കാരായിരുന്നില്ല. ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇതാണ് ലക്ഷദ്വീപിനെ ഒരു തീവ്രവാദ സമൂഹമായി ചിത്രീകരിക്കാൻ സംഘപരിവാർ അനുകൂലികൾ ഉപയോഗിക്കുന്നത്. ഇത്തരം വ്യാജ പ്രചരണങ്ങളൊന്നും മലയാളികളുടെ അടുത്ത് ചിലവാകില്ല എന്ന് എത്ര പറഞ്ഞാലും ഈ സംഘികൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? ഈ നാടകം പൊളിഞ്ഞതുകൊണ്ട് തന്നെ അടുത്ത പ്രചരണവുമായി ഉടൻ തന്നെ ഇവർ രംഗത്തെത്തും. ചമ്മി നാറി നാണം കെട്ട് മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊന്നും കൊണ്ട് ലക്ഷദ്വീപ് സമൂഹത്തിനുള്ള മലയാളികളുടെ പിന്തുണയ്ക്ക് ഒരു കുറവും സംഭവിക്കില്ല. കാരണം ഒരു വിഷയത്തിന്റെ എതിർവശത്ത് സംഘികളാണ് എങ്കിൽ അതിന്റെ മറുവശത്തായിരിക്കും സത്യമെന്ന് തിരിച്ചറിയുന്ന മലയാളികൾക്ക് ആവേശം കൂടുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.